എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നാളെ ഫെബ്രുവരി 16 ചൊവ്വാഴ്ച പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അതിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ അത് എത്തിച്ചേരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ അറിയിപ്പിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ സാർ ഇന്ന് പുതിയ വിഭാഗം റേഷൻ കാർഡിൻ്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അതായത് ബ്രൗൺ കളറുള്ള റേഷൻ കാർഡ്. അതായത് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ സ്ഥാപനങ്ങൾ, ക്ഷേമ ആശുപത്രികൾ, അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ, അതുപോലെ തന്നെ അഗതി അനാഥ മന്ദിരങ്ങൾ, അതുപോലെ തന്നെ കന്യാസ്ത്രീ മഠങ്ങൾ. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റേഷൻ കാർഡിൻ്റെ ഉദ്ഘാടനമാണ്. ഇവർക്കൊക്കെ റേഷൻ ആനുകൂല്യം ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ആനുകൂല്യം ലഭിക്കണം ഒരു സംഭവം കേരളത്തിൽ വന്നതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി തിലോത്തമൻ സാർ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നിർവഹിച്ചത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു റേഷൻ ആനുകൂല്യം ഇനി മുതൽ ലഭിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയ ഒരു വാർത്ത തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് ഗ്യാസ് സിലിണ്ടറിൻ്റെ, നമ്മൾ ഉപയോഗിക്കുന്ന ഗാർഹിക ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വീണ്ടും 3ാമത്തെ പ്രാവശ്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഏകദേശം 50 രൂപയോളമാണ് ഗാർഹിക ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്നവരെ അനാവശ്യമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. കാരണം നമുക്കറിയാം, ഈ ഒരു ഗ്യാസിൻ്റെ മാത്രമല്ല, പെട്രോളിനും ഡീസലിനൊക്കെ വില ഇതേപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ മാത്രമേ ഈ ഒരു വഴിയുള്ളൂ. കാരണം വില ഇങ്ങനെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 3ാമത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഫെബ്രുവരി 15 ഇന്നു മുതൽ ഫാസ്ടാഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനി ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾ ടോൾ ബൂത്തിൽ പെട്ടാൽ അവർ ഇരട്ടി തുക ടോൾ നൽകേണ്ടി വരും. അതായത് എത്രയാണോ ടോളിൻ്റെ തുക അതിൻ്റെ ഇരട്ടി നൽകേണ്ടി വരും. അപ്പോൾ ഫാസ്ടാഗ് എടുക്കാത്ത എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഫാസ്ടാഗ് ഇന്നു മുതൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ടോൾ ബൂത്തുകളിൽ ഇരട്ടി തുക നൽകേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ 3 പ്രധാന അറിയിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ എത്തിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കണ്ടുപിടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.